ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊണാമി ഇന്നലെ നമ്മുടെ ഗെയിമിൽ പുതിയൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ദി ഫുട്ബോൾ ഫെസ്റ്റിവൽ ക്യാമ്പയിൻ സെക്കൻഡ് ഹാഫ് കൊണ്ടാണ് ഈ ക്യാമ്പയിൻ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലവരെ വേൾഡ് കപ്പ് തുടങ്ങാനായിട്ട് ഫസ്റ്റ് ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നായിരുന്നു, ഫുട്ബോൾ ഫെസ്റ്റിവൽ ക്യാമ്പയിൻ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട്. സോ അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഷോർട്ട് ടൈം കാർഡ് മെസ്സിനെ തന്നായിരുന്നു, അതുപോലെ തന്നെ ഷോർട്ട് ടൈം കാർഡായിട്ട് യമാലിന് തന്നായിരുന്നു. അപ്പോൾ അതൊരു കിടിലൻ പാക്കായിരുന്നു, എല്ലാവരും എടുത്ത് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് മറ്റേ സെലക്ഷൻ കോൺട്രാക്ട് വഴി സ്പെയിൻ്റെ ഒറിജിനൽ പ്ലേയേഴ്സിന് എടുക്കാൻ അവർ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം അവർ സെക്കൻഡ് ഹാഫ് ആയിട്ട് വന്നിരിക്കുന്നത് കിടിലൻ ക്യാമ്പയിൻ കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് 7 ഫ്രീ ഷോർട്ട് ടൈം കാർഡ്സിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു പാക്കായിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നാഷണൽ സ്റ്റാർസ് ഒരു പാക്കായിട്ട് ഷോർട്ട് ടൈം കാർഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏകദേശം 28 ഫ്രീ സ്പിൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ്, അതായത് നമുക്ക് 28 സ്പിന്നിൽ ആരും കിട്ടിയില്ലെങ്കിൽ, 20 സ്പിന്നിൽ ആരും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ഒരു പ്ലെയറെ എന്തായിരുന്നു ഇതിന് ഷോർട്ട് ടൈം കാർഡായിട്ട് കിട്ടും. അപ്പോൾ അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക, ആ 28 സ്പിൻ എങ്ങനെ കിട്ടും, അതുപോലെ തന്നെ അതിൽ വന്നിരിക്കുന്ന പ്ലേയേഴ്സിൻ്റെയൊക്കെ ബെസ്റ്റ് പ്ലെയർ പൊസിഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആ പാക്ക് നോക്കി നോക്കാം. ഷോർട്ട് ടൈം നാഷണൽ സ്റ്റാർസ് കൊണ്ടാണ് ഈ പാക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കിടിലൻ പ്ലേയേഴ്സ് ആട്ടോ, നിസ്സാര പ്ലേയേഴ്സ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് വിഷമം എന്താ വെച്ചാൽ ഒരു സ്കില്ല് കൊടുത്തിട്ടുള്ളൂ, അതൊരു തെണ്ടിയത്തിലാണ്. അത് വേണ്ടായിരുന്നു, 2 സ്കില്ല് തന്നെ കൊടുക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് നമ്മുടെ അർജന്റീനയുടെ സെൻറ്റർ ബാക്കായ ക്രിസ്റ്റ്യൻ റൊമേറയാണ്. സോ ആൾ വന്നിരിക്കുന്നത് ഏരിയൽ ഫോർട്ട് പറഞ്ഞ സ്കില്ലായിട്ടാണോ. അതുപോലെ തന്നെ നമ്മുടെ മെംഫിസ് ഡിപ്പെ, നെതർലാൻഡ്സിൻ്റെ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന പ്ലെയറാണ് നമ്മുടെ മെംഫിസ് ഡിപ്പെ. സോ ചെങ്ങായി വന്നിരിക്കുന്നത് ഫിനിഷിംഗ് പറഞ്ഞ സ്കില്ലായിട്ടാണ്. പിന്നെ നമ്മുടെ സ്പെയിൻ്റെ മിഡ്ഫീൽഡറായ മൈക്കൽ മെറീനോ. സോ മെറീനോ വന്നിരിക്കുന്നത് ലോ സ്ക്രീം പറഞ്ഞ സ്കില്ലായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ റൈറ്റിംഗ് ഫോർവേഡായ മദ്യക്കെ വന്നിരിക്കുന്നത് ആക്സിഷൻ ബൂസ്റ്റ് പറഞ്ഞ സ്കില്ലായിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഗോൾ കീപ്പറായ കുബൽ, സോ സ്വിറ്റ്സർലൻഡിൻ്റെ ഗോൾ കീപ്പറാണ്. സോ ചെങ്ങായി വന്നിരിക്കുന്നത് GK സ്പിരിട്രോ പറഞ്ഞ സ്കില്ലായിട്ടാണ്. പിന്നെ അവിടെ നിക്കോ കൊവാക്കിക്ക് വന്നിട്ടുണ്ട്. സോ ചെങ്ങായി ക്രൊയേഷ്യയുടെ മിഡ്ഫീൽഡറാണ്. ആൾ വന്നിരിക്കുന്നത് വിഷണറി പാസ്സായിട്ടാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് നമ്മുടെ സൊർലോത്ത്. സോ നോർവേയുടെ നമ്മുടെ ഹാൽഡ് പോലെ തന്നെ ഗോൾ മിഷനാണ് നമ്മുടെ സൊർലോത്ത്. സോ സൊർലോത്ത് വന്നിരിക്കുന്നത് ബുള്ളറ്റ് ഹെഡ് പറഞ്ഞ സ്കില്ലായിട്ടാണ്. അപ്പോൾ ഇത്രയും സ്കിൽസാണ് നമ്മുടെ പ്ലേയേഴ്സിന് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പ്ലേയേഴ്സിനൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് 28 ഫ്രീ സ്പിൻ ഇട്ടുണ്ടേ. സോ അതെങ്ങനെ കിട്ടാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം നമ്മളുടെ മാച്ചസിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഇതിൽ AA മാച്ചസ് ഉണ്ടല്ലോ, ഇവൻറ്റ്സിൽ പോയിട്ട് AA മാച്ചസ് എടുക്കുക. സോ ഇതിൽ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിൽ ഒരു ലോങ് ജേണി പറഞ്ഞിട്ട് ഒരു ഇവൻറ്റ് കിടക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾ കളിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കംപ്ലീറ്റ് ചെയ്യേണ്ട 12,000 പോയിൻറ്റ്സ് വരെ എത്തിച്ചതിനാൽ ഇത് കളിച്ചിട്ട് നിങ്ങൾക്ക് 2 ഫ്രീ സ്പിൻ അതിൽ നിന്നായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിനി നമ്മളുടെ ലോഗിൻ ചെയ്യുമ്പോൾ ഇന്നലെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ആഴ്ച ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ നിന്നും ഒരെണ്ണം കൂടിയും കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്ക് 4 എണ്ണം കിട്ടിയപ്പോൾ അല്ലേ. ഇനിയിപ്പോൾ മിഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ മാച്ചസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിന്ന് ഇതിങ്ങനെ കളിച്ച് ഇതിനെ അടുത്ത ഇതിൽ അൺലോക്ക് ആവും. 7-ാം തീയതി അൺലോക്ക് ആവും, 7-ാം തീയതി അല്ല 2-ാം തീയതി അൺലോക്ക് ആവും അടുത്ത മാസം. സോ ഇങ്ങനെ കളിച്ച് അത് കഴിഞ്ഞിട്ട് 9-ാം തീയതി വീണ്ടും. അപ്പോൾ 9-ാം തീയതിക്കാണ് നമുക്കിത് മൊത്തമായിട്ട്, 9-ാം തീയതി അല്ല 16-ാം തീയതി വരെ നമ്മൾ കാത്തിരിക്കേണ്ടത് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. സോ ഇത് നമുക്കൊരു 22 ഫ്രീ സ്പിന്നോടും കിട്ടും. അപ്പോൾ ടോട്ടൽ അതിൽ നിന്ന് 3 കൂടിയിട്ട് ഇപ്പോൾ 26 ഫ്രീ സ്പിൻ കിട്ടിയില്ലേ. അതിനൊപ്പം നമ്മൾ പ്ലെയർ വേഴ്സസ് പ്ലെയർ കളിക്കുമ്പോൾ വേറെ 2 സ്പിന്നോടും കിട്ടും. സോ അങ്ങനെ ടോട്ടലി 28 ഫ്രീ സ്പിന്നാണ് നമുക്ക് ഇന്ന് കിട്ടണം കേട്ടോ. സോ ഇത്ര എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫ്രീ പാക്കിൽ പോയിട്ട് 28 സ്പിൻ അടിക്കാം. സോ അതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു സെലക്ഷൻ കോൺട്രാക്ട് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ വിചാരിക്കണമായിരുന്നു. നമുക്കിപ്പോൾ ക്രിസ്റ്റ്യൻ റൊമേറോ ആണെങ്കിൽ ആ പ്ലെയറിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. മുമ്പ് വന്ന പോലെ തന്നെ അവരായിട്ടൊരു സ്പിൻ തരും, നമുക്ക് ആ പാക്കിൽ നിന്ന് സ്പിൻ ചെയ്യുക, ഏതെങ്കിലും ഒരു പ്ലെയർ നമുക്ക് എടുത്തരും. സോ അങ്ങനെ അവർ എടുത്തരും കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ആ പാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ സംഭവം എടുക്കാമെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. സോ അത്രയേ ഉള്ളൂ പരിപാടി. ഇനി എന്തായാലും നമുക്ക് ഇതിൽ വന്ന പ്ലേയേഴ്സിൻ്റെയൊക്കെ ബെസ്റ്റ് പ്ലെയർ പൊസിഷനൊക്കെ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് ആ പ്ലെയർ പൊസിഷൻ കൂടെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഇനി ഫ്രീ ഷോർട്ട് ടൈം കാർഡ്സിലത്തെ ആ പ്ലേയേഴ്സിൻ്റെയൊക്കെ ബെസ്റ്റ് പ്ലെയർ പ്രോഗ്രഷനും അവർക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ആഡഡ് സ്കിൽസ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം കേട്ടോ. സോ ഇപ്പോൾ ഞാനിതിൽ കൊടുക്കുന്നത് നമ്മുടെ മാനേജറായ കെപ്പലോനെ വെച്ചിട്ടുള്ള സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ ഇതിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ക്രിസ്റ്റ്യൻ റൊമേറോനെ എടുക്കാം. നമ്മുടെ അർജന്റീനയുടെ കിടില ഒരു സെൻറ്റർ ബാക്കാണ് നമ്മുടെ ക്രിസ്റ്റ്യൻ റൊമേറോ, ഒരു രക്ഷയില്ല. സോ ചെങ്ങായി വന്നിരിക്കുന്നത് ഡിസ്ട്രോയർ പറഞ്ഞ പ്ലേ സ്റ്റൈലാണ്. അതുപോലെ തന്നെ ആളുടെ സ്കില്ല് വന്നിരിക്കുന്നത് ഏരിയൽ ഫോർട്ടാണ് കേട്ടോ. സോ ഇതിൽ ആൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ ഡിഫെൻഡിങ് 1 ആണ്. സോ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉള്ള ഒരു പ്രോഗ്രഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആൾക്ക് ഇതിൽ പ്രോഗ്രഷൻ കൊടുത്തിരിക്കുന്നത് 4 ഡിക്സ്റ്റാരിറ്റി, 5 ലോബോൾ സ്ട്രെങ്ത്ത്, 10 ഏരിയയിൽ, 12 ഡിഫെൻഡിങ് ആണ്. സോ ഇതിൽ നല്ല ഡിഫൻസീവ് സ്റ്റാറ്റ്സ് മൂപ്പർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം സ്പീഡ്, ജമ്പ്, ഫിസിക്കൽ കോൺടാക്റ്റ് എല്ലാം കിടലായിട്ടുള്ള ഒരു പ്രോഗ്രഷനായിട്ടോ ഇത്. അപ്പോൾ ഏരിയൽ ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് ആണ്, ക്രോസ് ഒക്കെ വരുമ്പോൾ ഹെഡ് ചെയ്ത് തെറിപ്പിക്കാനൊക്കെ. അതുപോലെ തന്നെ ആൾക്ക് വന്നിരിക്കുന്ന സ്കിൽസ് ഹെഡിങ്, മാൻ മാർക്കിങ്, ഇൻ്റർസെപ്ഷൻ
ആക്രോബാറ്റിക് ക്ലിയറൻസ്, ക്യാപ്റ്റൻസി, ഫൈറ്റിംഗ് സ്പിരിറ്റ്, ബ്ലോക്കർ, ഏരിയൽ സുപ്പേരിറ്റി, സ്ലൈഡ് ആൻഡ് ടാക്കിൾ, ഏരിയൽ ഫോട്ടോ സ്പെഷ്യൽ സ്കില്ലുണ്ട്. സോ ഇതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ട സ്കിൽസ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വൺ ടച്ച് പാസ് ആഡ് ചെയ്യുക, വെയിറ്റഡ് പാസ് ആഡ് ചെയ്യുക, ട്രാക്ക് ബാക്ക് ആഡ് ചെയ്യുക, ഗെയിംമാൻഷിപ്പ് ആഡ് ചെയ്യുക, ലോ ലോഫ്റ്റഡ് പാസ് ആഡ് ചെയ്യുക. സോ ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ അടിപൊളിയാണ്. അപ്പോൾ കിടലിനൊരു പ്ലെയർ ആട്ടോ നമ്മുടെ ക്രിസ്ത്യൻ റൊമേറോ. സോ ഇനി നമ്മുടെ രണ്ടാമത്തെ പ്ലെയർ നമ്മുടെ കോവാക്കിക്കാണ്. നിങ്ങൾക്കറിയാലോ കോവാക്കി നമ്മുടെ റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ചെൽസിക്ക് വേണ്ടി കളിച്ചുള്ള സൂപ്പർ സ്റ്റാർ ആണ്. ക്രൊയേഷ്യൻ മിഡ്ഫീൽഡറാണ് ആൾ. സോ ആൾ പ്ലേ സ്റ്റൈൽ ബോക്സ് ടു ബോക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒഫൻസീവ് ക്രിയേറ്ററുള്ള മറ്റേ ബൂസ്റ്ററാണ്. സോ ആൾക്ക് വന്നിരിക്കുന്ന സ്പെഷ്യൽ സ്കില്ല് വിഷണറി പാസ് ആട്ടോ. സോ ആൾക്ക് കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ പറയുമ്പോൾ 11 പാസിങ്, 7 ഡ്രിബ്ലിങ്, 4 ഡിസ്ചാർജ്, 8 ലോവർ സ്ട്രെങ്ത്, 9 ഡിഫെൻഡിങ് ആണ്. അപ്പോൾ ആൾക്ക് പാസിങ്ങിലൊക്കെ കിടിലൻ സ്റ്റാറ്റ്സ് ആണ് വരുന്നത്. 90 വേൾഡ് കപ്പിന്. അതുപോലെ തന്നെ ഡ്രിബ്ലിങ് അടിപൊളിയാണ്, ഡിഫെൻസീവിൽ അടിപൊളിയാണ് ആൾ. പിന്നെ നമ്മളുടെ സ്പീഡ്, സ്റ്റാമിന അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം സെറ്റാട്ടോ ആൾ. അപ്പോൾ ആൾക്ക് വന്നിരിക്കുന്ന അഡീഷണൽ സ്കിൽസ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളുടെ ഡബിൾ ടച്ച് ആണ്, അതുപോലെ തന്നെ ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, റേസിംഗ് ഷോട്ട്, ട്രാക്ക് ബാക്ക്, ബ്ലോക്കർ. ഇത്രയാണ് ആൾക്ക് സ്കിൽസിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി ആൾക്ക് അവൈലബിൾ ആയ സ്കിൽസ് എന്തായാലും ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്ലെയറാ മധൂക്കെ നോക്കാം. സോ മധൂക്കെ പ്രൊൽഫിംഗർ ആണ്, നിങ്ങൾക്ക് അറിയാലോ, ആർസണലിലെ പ്ലെയറാണ് ആൾ. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ പ്ലെയറും കൂടിയാണ്. അപ്പോൾ ആൾക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ആൾക്ക് വന്നിരിക്കുന്ന സ്കില്ല് ആക്സേഷൻ ബൂസ്റ്റർ പറഞ്ഞ സ്കില്ലാട്ടോ. സോ ആൾക്ക് കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ 3 ഷൂട്ടിങ്, 3 പാസിങ്, 11 ഡ്രിബിളിങ്, 9 ഡിസ്ചാർജ്, 10 ലോബോർഡ് സ്ട്രെങ്ത് ആട്ടോ. സോ ഇതിൽ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് വരുന്നുണ്ട്. ഡ്രിബിളിങ് പക്കയാണ്, അതുപോലെ സ്പീഡ്, ആക്സലേഷൻ, ബാലൻസ്, സ്റ്റാമിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. എന്നാലും ഫിനിഷിംഗ് ഭാഗത്തേക്ക് വരുമ്പോൾ ആൾ കുറച്ച് മോശമാണ്. എന്തായാലും നിങ്ങൾ കളിപ്പിച്ചുള്ള അഭിപ്രായം പറയും. അപ്പോൾ ആൾക്ക് വന്നിരിക്കുന്ന അഡീഷണൽ സ്കിൽസ് മാർസ് റിട്ടേൺ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് വന്നിട്ടുണ്ട്, റേസിംഗ് ഷോട്ട് വന്നിട്ടുണ്ട്, വൺ ടച്ച് പാസ് വന്നിട്ടുണ്ട്, ഫൈറ്റിംഗ് സ്പിരിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ആളെ അടിപൊളിയായിട്ട് എനിക്ക് കളിപ്പിക്കാൻ പറ്റിട്ടോ. സോ ഇനി നമ്മുടെ അടുത്ത പ്ലെയറായ സോർലോത്ത്. ഈ പാക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ടിട്ടുള്ള ഒരു പ്ലെയർ ആയിരിക്കും സോർലോത്ത്. കാരണം ഏരിയയിൽ ഭയങ്കര അഡ്വാൻറ്റേജുള്ള പ്ലെയറാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ പ്രോഗ്രഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ ആൾ വന്നിരിക്കുന്നത് ടാർഗറ്റ് മാൻ എന്ന് പറഞ്ഞ സ്കില്ലായിട്ടാണ്, പ്ലേ സ്റ്റൈലായിട്ടാണ്. ഇനിയിപ്പോൾ ആളുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബുള്ളറ്റ് ഹെഡറാണ് സ്കില്ല് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്ട്രൈക്കേഴ്സ് അസിസ്റ്റൻ്റാണ് ഞാൻ ബൂസ്റ്ററും കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ ആൾക്ക് വന്നിരിക്കുന്ന പ്രോഗ്രഷൻ 9 ഷൂട്ടിങ്, 7 ഡിസ്ചാർജ്, 1 ലോബോർഡ് സ്ട്രെങ്ത്, 15 ഏരിയയിൽ, 4 ഗോൾ കീപ്പിംഗ് വന്ന കേട്ടോ. സോ ഗോൾ കീപ്പിംഗ് വന്ന് ജമ്പ് കൂടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്രോസ് ഇട്ട് കളിക്കാനാണെങ്കിൽ ഈ പ്രോഗ്രഷൻ യൂസ് ചെയ്തോ അടിപൊളിയാണ് കേട്ടോ. സോ ആൾക്ക് കൊടുത്തിരിക്കുന്ന അഡീഷണൽ സ്കില്ല് ഡബിൾ ടച്ച്, ലോങ് റേഞ്ച് ഷൂട്ടിങ്, വൺ ടച്ച് പാസ്, ത്രൂ പാസിങ്, ഗെയിംമാൻഷിപ്പ്. സോ ഇത്രയും സ്കില്ല് കൊടുത്തതിനാൽ ആൾ നമുക്ക് സെറ്റായിട്ട് കളിക്കാൻ പറ്റും. ഇത് ക്രോസിങ്ങിന് വേണ്ടി മാത്രമുള്ള ഇതാട്ടോ സ്റ്റാറ്റ്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കി കിടില സ്റ്റാറ്റ്സ് ആട്ടോ ഇത്. ഇനിയിപ്പോൾ അടുത്ത പ്ലെയറാണ് നമ്മുടെ മൈക്കിൾ മൊറീനോ. സോ മൊറീനോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കാർഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് അത്യാവശ്യം ഡ്രിബിളിങ്, പാസിങ് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണിത്. സോ ആൾക്ക് വന്നിരിക്കുന്ന ഹോൾ പ്ലെയർ പറഞ്ഞ പ്ലേ സ്റ്റൈലായിട്ടാണ്. സോ ഇതിലാൾക്ക് സ്ട്രൈക്കേഴ്സിൻ്റെ ആണ് ബൂസ്റ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആളുടെ സ്കില്ല് വന്നിരിക്കുന്നത് ലോ സ്ക്രീമർ ആട്ടോ. അപ്പോൾ അടിച്ച് കയറ്റാൻ വെച്ചൊരു മുതലാണ് നമ്മുടെ മൈക്കിൾ മൊറീനോ. സോ ആൾക്ക് കൊടുത്തിരുന്ന പ്രോഗ്രഷൻ 4 ഷൂട്ടിങ്, 8 പാസിങ്, 12 ഡ്രിബിളിങ്, 8 ഡിസ്ചാർജ്, 8 ലോബോർഡ് സ്ട്രെങ്ത് ആണ്. സോ ഇതിൽ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത്യാവശ്യം കുഴപ്പമില്ല, കിട്ടില്ല. സ്പീഡ് കുറച്ച് കുറവാണ്, പക്ഷേ അറ്റാക്ക് മിഡ്ഫീൽഡിന് ഇത് മതി. ഫ്രീ ഷോട്ട് ടൈം കാർഡാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കാനുള്ളൂ. ഇനിയിപ്പോൾ ആൾക്ക് അഡീഷണൽ സ്കില്ലായിട്ട് കൊടുക്കേണ്ടത് മാർസ് റിട്ടേൺ, ഡബിൾ ടച്ച്, റേസിംഗ് ഷോട്ട്, ഇന്റർസെപ്ഷൻ, ഫൈറ്റിംഗ് സ്പിരിറ്റ്. സോ ഇത്രയും കൊടുത്തതിന് ആളെ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പ്ലെയറാണ് ഈ പാക്കിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ നമ്മുടെ മെമ്പിസ് ഡിപ്പെ. സോ ഡിപ്പെ കിടിലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ആൾ വന്നിരിക്കുന്നത് ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയിട്ടാണ്. എന്നാലും അതിൻ്റെ ഒരു ഇതുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് നമുക്ക് കളിപ്പിക്കാൻ പറ്റുക. എനിക്ക് ഉറപ്പുണ്ട് ഡിപ്പെ അങ്ങനത്തെ ഒരു കാർഡാണ്. സോ ആൾ വന്നിരിക്കുന്നത് ഫിനോൾ ഫിനിഷിംഗ് പറഞ്ഞാൽ സ്പെഷ്യൽ സ്കില്ലായിട്ടാണ്. സോ ഇതിൽ ഞാൻ ആൾക്ക് കൊടുത്തിരിക്കുന്നത് സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റന്റ് ബൂസ്റ്ററാണ്. സോ പ്രോഗ്രഷൻ പറയുകയാണെങ്കിൽ 8 ഷൂട്ടിങ്, 2 പാസിങ്, 9 ഡ്രിബിളിങ്, 9 ഡിസ്ചാർജ്, 10 ലോബോർഡ് സ്ട്രെങ്ത് ആണ്. സോ ഇതിലാൾക്ക് സ്കിൽസ് അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാർസ് റിട്ടേൺ, റേസിംഗ് ഷോട്ട്, വൺ ടച്ച് പാസ്, ത്രൂ പാസിങ്, ഫൈറ്റിംഗ് സ്പിരിറ്റ്. ഇത്രയും സ്കിൽസ് ആൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്ലെയറാണ് നമ്മുടെ കുബൽ. സോ കുബലും അറിയാലോ, ഓട്ടോയാണ് ഇപ്പോൾ ഞാൻ പ്രോഗ്രഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൾ വന്നിരിക്കുന്നത് GK സ്പിരിറ്റ് പറഞ്ഞ സ്കില്ലായിട്ടാട്ടോ. ഒഫൻസീവ് ഗോൾ കീപ്പറാണ്. അപ്പോൾ പ്രോഗ്രഷൻ ചേഞ്ച് ചെയ്യേണ്ടോ വിചാരിച്ചു, ഇത്ര മതി, ഇതായിരിക്കും അവൾക്ക് ബെസ്റ്റ് പ്രോഗ്രഷൻ ആയിട്ട് തോന്നി. സോ ഇതിൽ ഏഡർ സ്കില്ലായിട്ട് ഞാൻ വൺ ടച്ച് പാസും ഫൈറ്റിംഗ് സ്പിരിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇത്രയാണ് നമ്മുടെ പ്ലേയേഴ്സിന് പ്ലെയർ പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ. ഇത് അത്യാവശ്യം തലക്കേടില്ല, നല്ല കാർഡൊക്കെയാണ്. നമ്മുടെ റൊമേറോ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മൈക്കിൾ മൊറീനോ കുഴപ്പമില്ല, ഡിപ്പെ കുഴപ്പമില്ല, സോർലോത്തും അടിപൊളിയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്കില്ല് ഒരു 2 സ്കില്ലായിട്ട് കൊടുക്കായിരുന്നു. അത് മാത്രമേ എനിക്ക് ഫ്രഷായിട്ട് തോന്നിയുള്ളൂ.
കൊണാമി നമ്മളെ വേണച്ചിട്ട് ഇങ്ങനെ ഇതാക്കണം, ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നക്കാവിച്ചിട്ട് കൊടുക്കാനല്ലോ, അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി, അങ്ങനത്തെ ഒരു മൈൻഡാണ് അവർ ഇട്ട് തരുന്നത്. 2 സ്കില്ലായിട്ട് ഇപ്പോൾ ആഡ് ചെയ്ത് ഇത്ര വലിയ പണിയൊന്നുമില്ല, വേൾഡ് കപ്പിൻ്റെ ഇവൻ്റ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ രീതിയിൽ അവർ കൊടുക്കേണ്ടത് അവരുടെ ഒരു മാന്യതയാണ്. എന്തായാലും ഇല്ല, കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് എന്താ പറയാല്ലേ. അപ്പോൾ ഗൈസ് എന്തായാലും ഇത്രയാണ് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെ എടുക്കേണ്ടത് മനസ്സിലായില്ലേ. ജസ്റ്റ് ഇവൻറ്റ്സ് കളിക്കുക, അതുപോലത്തെ ലോഗിൻ ബോണസ്, പിന്നെ പ്ലെയർ വേഴ്സസ് പ്ലെയർ കളിച്ച 2 ഫ്രീ സ്പിൻ കിട്ടും, പിന്നെ ജസ്റ്റ് കളികൾ കളിച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 22 ഫ്രീ സ്പിന് വേറെ കിട്ടും, പിന്നെ ലാസ്റ്റ് സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടും. അപ്പോൾ ടോട്ടലി 28 ഉണ്ട്. എന്തായാലും ഏതെങ്കിലും പ്ലെയർ കിട്ടാണ്ടിരിക്കും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ട്രൈ ഗൈസ്, വെറുതെ കിട്ടണമല്ലേ, ടൈം കിട്ടുമ്പോൾ ഇരുന്ന് കളിച്ചാൽ മതി. ഓക്കെ, സോ എന്തായാലും ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതിലത്തെ ടാർഗറ്റ് ആരെയും കൂടി കമൻറ്റ് ചെയ്തോട്ടോ. അപ്പോൾ ബൈ.